നവോദയ മെഡിക്കൽ സെന്ററിന്റെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജിത മുരളി നിർവഹിച്ചു. നവോദയ മെഡിക്കൽ സെന്റർ മാനേജിംഗ് ഡയറക്ടർ അബ്ദുൾ ജലീൽ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ആശുപത്രി സ്റ്റാഫ് അംഗങ്ങളും വ്യാപാരി വ്യവസായ സമിതി അംഗങ്ങളും മറ്റു ക്ഷണിക്കപ്പെട്ടവരും ചടങ്ങിൽ പങ്കെടുത്തു. തിരുവിലാമല റോഡിൽ പഞ്ചായത്ത് ഓഫീസിന് സമീപത്താണ് പുതിയ നവോദയ മെഡിക്കൽ സെന്റർ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ഏറ്റവും സ്നേഹാദരവും ആദരണീയനായ നമ്മുടെ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് നമുക്ക് ഈ സ്ഥാപനം ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നുണ്ട്. അവർക്ക് ആദ്യം ഞാൻ സ്വാഗതം പറയുകയാണ്. ഇവിടെ നമ്മളുടെ ഇതിനോടൊപ്പം സഹകരിച്ച് വ്യാപാരി വ്യവസായ സമിതിയുടെ സെക്രട്ടറി ഉണ്ട്, അതേപോലെ ലയൻസിൻ്റെ പ്രസിഡന്റ്, പിന്നെ നമ്മുടെ ഐ ഫൗണ്ടേഷൻ്റെ ക്യാമ്പ് കോർഡിനേറ്റർ മണിയേട്ടൻ, അതേപോലെ ഐ ഫൗണ്ടേഷൻ്റെ മറ്റ് സ്റ്റാഫുകൾ, പിന്നെ ഞങ്ങളുടെ ഈ നാട്ടിൻ്റെ പ്രിയങ്കരായ സഹ പ്രവർത്തകർ, അതേപോലെ തന്നെ ഈ നാട്ടിലെ സഹകരിക്കുന്ന നമ്മളുടെ ജനങ്ങൾ, അതുപോലെ എല്ലാവർക്കും ഞാൻ ഈ വേദിയിൽ ഒറ്റ വാക്കിൽ സ്വാഗതം പറയുകയാണ്. ഈ സ്ഥാപനം 13 വർഷക്കാലം ചേലക്കര റോഡിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നതാണ്. ആ സ്ഥാപനം നമ്മൾ ഇപ്പം നമ്മളുടെ ഒരു ദീർഘവീക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് ഒരു സെൻറ്റർ ഇവിടെ സ്റ്റാർട്ട് ചെയ്യണം. ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ, ഇതിനിപ്പോൾ നവോദയ മെഡിക്കൽ സെൻ്റർ എന്നായിരുന്നു ഇതിൻ്റെ ആദ്യത്തെ പേര്. ഇപ്പോൾ നമ്മളത് മാറ്റിയിട്ട് നവോദയ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെൻ്റർ എന്നുള്ള നാമത്തിലേക്ക് മാറി. സ്വന്തമായൊരു ബിൽഡിംഗ് എടുത്തിട്ട് അതിൻ്റെ പുറകിലേക്ക് വലിയ ഒരു പ്ലാനും കൂടെ ഞങ്ങൾക്കുണ്ട്. ഒരു 100 ബെഡിൻ്റെ ഒരു സംവിധാനമാണ് നമ്മൾ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. പഴയന്നൂരിലെ ജനങ്ങൾക്കും ഈ പരിസര പ്രദേശത്തുള്ള പഞ്ചായത്തുകളിലെ നിർദ്ധരായ ആളുകൾക്കെല്ലാം നമ്മളെ ആശ്രയിക്കാവുന്ന രീതിയിലാണ് പ്ലാൻ ചെയ്യുന്നത്. വളരെ സുതാര്യമായ രീതിയിൽ ഈ സ്ഥാപനം 13 വർഷക്കാലം ഇവിടെ പ്രവർത്തിച്ച് വന്നിട്ടുണ്ട്. ഇനിയും നല്ല രീതിയിൽ പ്രവർത്തിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങളുടെ എല്ലാവരുടെയും ആശീർവാദവും സഹകരണവും ഉണ്ടായിരിക്കണം. പിന്നെ നമുക്കിവിടെ 8 വർഷക്കാലമായിട്ട് നമ്മളോടൊപ്പം ഐ ഫൗണ്ടേഷൻ ഇവിടുത്തെ നിർദ്ധരായ ആളുകൾക്ക് കണ്ണിൻ്റെ സർജറി സൗജന്യമായി ചെയ്തു കൊടുക്കുന്നുണ്ട്. അതിൽ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്താണെന്ന് വെച്ചാൽ, ഈ സർജറിക്ക് സെലക്റ്റീവായ ആളുകളെ ഇവിടെ നിന്ന് എടുത്തിട്ട്, അതായത് നമ്മുടെ സെൻറ്ററിൽ നിന്ന് എടുത്ത് അവരുടെ സെൻറ്ററിൽ കോയമ്പത്തൂരായിരുന്നു ആദ്യം, ഇപ്പോൾ അതിനുശേഷം മലപ്പുറത്തു നിന്നും ഇപ്പോൾ പാലക്കാടിലും അവരുടെ സെൻറ്റർ വന്നിട്ടുണ്ട്. കേരളത്തിൽ വിവിധ സ്ഥലങ്ങളിൽ ഈ ഐ ഫൗണ്ടേഷൻ സ്ഥാപനങ്ങൾ നിരത്തിക്കൊണ്ട് ഈ കണ്ണിൻ്റെ സർജറിക്ക് വേണ്ടി ഒത്തിരി ആത്മാർത്ഥമായ സഹകരണം കേരളത്തിന് വേണ്ടി നടത്തുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ചെയർമാൻ കൃഷ്ണമൂർത്തി സാറിനെയും രാമമൂർത്തി സാറിനെയും ഞാൻ ഈ വേദിയിൽ ആദരിച്ചുകൊണ്ട് ഇതിൻ്റെ ഉദ്ഘാടന ചടങ്ങിലേക്ക് ശ്രീമതി സജിത മുരളി അവർകളെ, ഈ പഞ്ചായത്തിൻ്റെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് അവർകളെ ക്ഷണിച്ചുകൊള്ളുന്നു. പഞ്ചായത്ത് എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ആതുരസേവന രംഗത്ത് കഴിഞ്ഞ 13 വർഷ കാലയളവിൽ നമ്മുടെ പഴയന്നൂർ രംഗത്ത് മികച്ച രീതിയിൽ സേവനം നടത്തിയിട്ടുള്ളൊരു സ്ഥാപനമാണ് നവോദയ. അപ്പോൾ ഇനിയും അങ്ങോട്ട് സാധാരണക്കാർക്ക് നല്ല രീതിയിൽ അവർക്കുള്ളൊരു സേവനം കാഴ്ചവെക്കാൻ സാധ്യമാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. അതുപോലെ തന്നെ ഐ ഫൗണ്ടേഷൻ സംയുക്തമായി സംരംഭിച്ചുകൊണ്ട്
കൂടെ നിന്നുകൊണ്ട് സാധാരണക്കാർക്ക് വേണ്ടി അവരുടെ കാഴ്ച പരിമിതികളെല്ലാം നേരിട്ടുകൊണ്ട് അവർക്ക് വേണ്ടി നല്ല രീതിയിലൊരു സേവനം നടത്തുന്നുണ്ട്. അത് ഇനിയും നല്ല രീതിയിൽ മുന്നോട്ട് പോകാനുള്ള എല്ലാവിധ ആശംസകളും ഞാൻ അറിയിക്കുന്നു. അതുപോലെ തന്നെ സാധാരണക്കാർക്ക് മികച്ച രീതിയിൽ സേവനം നടത്താൻ കഴിയട്ടെ, അവർക്കൊരാശ്രയമായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായ ആശംസയോട് ആതുര സേവന രംഗത്ത് മികച്ച രീതിയിലുള്ള ചികിത്സ നടത്തി വരുന്ന നവോദയ ഹോസ്പിറ്റൽ ഇപ്പോൾ പുതിയ കെട്ടിടത്തിലേക്ക് മാറിയിരിക്കുകയാണ്. അതിലെ ആ ഉദ്ഘാടനത്തിനും അതുപോലെ മുന്നോട്ടുള്ള പ്രയാണത്തിനും വ്യാപാരി വ്യവസായ സമിതിയുടെയും ലയൺസ് ക്ലബിന്റെയും എല്ലാവിധ ആശംസകളും നേരുകയാണ്. കൂടിയിട്ട് പുതിയ സ്ഥാപനത്തിലേക്ക് മാറി പുതിയ ബിൽഡിങ്ങിലേക്ക് മാറുകയാണ്. അതിൻ്റെ പേരിലൊരു മാറ്റം വരുന്നുണ്ട്. പേരിൽ മാത്രമല്ല അതിൻ്റെ പ്രവൃത്തിയിലും തുറന്നങ്ങോട്ടുള്ള അതിൻ്റെ സജ്ജീകരണങ്ങളിലും എല്ലാം വരുന്ന മാറ്റത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ പേരിനുണ്ടായ മാറ്റം. നവോദയ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെൻ്റർ എന്ന നിലയ്ക്കാണ് പുതിയ സ്ഥാപനം നമ്മൾ തുടങ്ങാൻ പോകുന്നത്. നമ്മുടെ ഈ സ്ഥാപനം എത്രയും പെട്ടെന്ന് ഉദ്ഘാടനം കഴിഞ്ഞ് അതിൻ്റെ പ്രവർത്തനത്തിലേക്ക് നീങ്ങണം എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ താൽക്കാലികമായിട്ടെങ്കിലും ഈ രീതിയിലേക്ക് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. എന്നാൽ നമ്മളിനി വരുന്ന മാസങ്ങളിൽ തന്നെ ഇത് നമ്മൾ ഉദ്ദേശിച്ച രീതിയിലേക്ക് ഇതിൻ്റെ പൂർണ്ണതയിലേക്ക് നമ്മൾ എത്തിക്കും. അതിൻ്റെ ശ്രമത്തിലാണ് എല്ലാവരും. ഞങ്ങൾക്ക് തന്നെ അതിൻ്റെ സഹകരണത്തിൻ്റെ ഭാഗമാണ്. അത് പിന്നീടായിട്ട് നമുക്ക് അതിൻ്റേതായ നോട്ടീസും മറ്റും വരുമ്പോഴാണ് അതിൻ്റെ മറ്റുള്ളവർക്കെല്ലാം കൂടുതലായിട്ട് കാര്യങ്ങൾ വ്യക്തമാവുന്നത്. എന്നിരുന്നാലും നമ്മൾ വളരെ രീതിയിൽ ഈ പ്രദേശത്തിൻ്റെ ഇല്ലാത്ത രീതിയിലുള്ള എല്ലാവിധ ഫെസിലിറ്റീസും വെച്ചുകൊണ്ട് ഏറ്റവും ജനങ്ങൾക്ക് സൗകര്യപ്രദമായ രീതിയിലുള്ള സേവനം കാഴ്ചവെക്കാനാണ് നമ്മുടെ സ്ഥാപനം മുഖ്യമായ ആശയം തന്നെ നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഉദ്ഘാടന കർമ്മത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള പ്രസിഡന്റിന് ഞാൻ ആദ്യമായി നന്ദി പറയുകയാണ്. അതിനോടൊപ്പം ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ലയൺസ് ക്ലബിൻ്റെ മെമ്പർമാർ, വ്യാപാരി വ്യവസായ യൂണിവേഴ്സിറ്റി സെക്രട്ടറി, പ്രസിഡന്റ്, മറ്റ് പൗരപ്രമുഖർ, പിന്നെ ഈ അയ്യർ ഫൗണ്ടേഷൻ്റെ ഭാരവാഹികൾ, എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ നാട്ടുകാർക്കും എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം. മാഡം, ശരിക്കും ഞങ്ങൾ ഉദ്ഘാടനം ഒരു ഇഞ്ചക്ഷൻ കൊടുത്തിട്ടാണ് ചെയ്യുന്നത്.